അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഒരിക്കൽ കൂടി കോപ്പ അമേരിക്ക നേടിയിരിക്കുന്നു. ഇന്ത്യൻ സമയം 5:30 നടക്കേണ്ട മത്സരം 1.5 മണിക്കൂർ വൈകിയാണ് തുടങ്ങിയത്. ടിക്കറ്റ് എടുക്കാതെ നുഴഞ്ഞുകയറാൻ ശ്രമിച്ച കൊളംബിയൻ ആരാധകരെ സെക്യൂരിറ്റി ജീവനക്കാർ തടയാൻ ശ്രമിച്ചത് വലിയ ഒരു സംഘർഷമായി മാറുകയായിരുന്നു. ഇതാണ് ഫൈനൽ മത്സരം വൈകാനുള്ള കാരണം. 28 മത്സരങ്ങളിലും തോൽവിയറിയാതെ വന്ന ശക്തരായ കൊളംബിയയെ 1-0 പരാജയപ്പെടുത്തിയാണ് മെസ്സിപ്പട കിരീടം നിലനിർത്തിയത്. മത്സരത്തിന്റെ 112-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ലൗറ്ററോ മർട്ടീനസാണ് അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടിയിരുന്നില്ല. മത്സരത്തിന്റെ അധിക സമയത്തായിരുന്നു മർട്ടീനസ് അർജന്റീനയ്ക്കായി ഗോൾ നേടിയത്. കൊളംബിയ ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും ലോക ചാമ്പ്യന്മാർക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബോൾ പൊസിഷനിലും ഷോട്ടിലും പാസിലുമെല്ലാം കൊളംബിയ തന്നെയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അർജന്റീന 16-ാം തവണയാണ് കോപ്പ അമേരിക്ക ജേതാക്കളാകുന്നത്. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക നേടിയ ടീമെന്ന ബഹുമതിയും ഈ വിജയത്തോടെ അർജന്റീന സ്വന്തമാക്കി. ഉറുഗ്വ 15, ബ്രസീൽ 9, പരാഗ്വെ, പെറു, ചിലി എന്നിവ 2 വീതം കിരീടങ്ങളും ബൊളീവിയ, കൊളംബിയ എന്നിവർ ഓരോ കിരീടവും നേടിയിട്ടുണ്ട്. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനും കോപ്പ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിലുള്ള ഫൈനലിസിമ മത്സരം 2025 നടക്കും. ഡിമരിയയുടെ അർജന്റീനക്കായുള്ള അവസാന മത്സരം കൂടിയായിരുന്നു ഇത്. തോറ്റെങ്കിലും കൊളംബിയൻ ക്യാപ്റ്റൻ ജെയിംസ് റോഡ്രിഗസ് കോപ്പ അമേരിക്ക 2024 മികച്ച കളിക്കാരനുള്ള അവാർഡ് സ്വന്തമാക്കി. സ്പോർട്സ് അപ്ഡേറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.